ലിമിറ്റഡിൻ്റെ സാഹസികതകൾ നടക്കുന്നുണ്ട്. രാവിലെയാണ്, അത്യാവശ്യം നല്ല ടൈറ്റുള്ള നേരമാണ്. ഫോണടിച്ച് പോകുമ്പോഴൊക്കെ അതാണ് ബസ്. ഫോണടിച്ച് എങ്ങനെയെങ്കിലും കയറി പോകാൻ നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സർവീസ് റോഡാണ്. ഇവിടെ നിന്ന് ആ ലോറിൻ്റെ ബാക്കിൽ നിന്ന് ആ വോൾവോ കഴിച്ചിലായില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മൾ തലപ്പാറ ഭാഗത്തുള്ള വീഡിയോസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വലിയറമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യണം കേട്ടോ. തലപ്പാറ പാടം മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലപ്പാറ ഭാഗത്താണുള്ളത്. വലിയ പറമ്പ് കഴിഞ്ഞ് തലപ്പാറ പാടത്താണുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ടൈം ഇപ്പോൾ എത്രയായി? നമ്മൾ ടൈം ഇതാ 7 മണി കഴിഞ്ഞു, 7:10 അപ്പോൾ രാവിലത്തെ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലിട്ടു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അവിടെ 1 വേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അണ്ടർപാസ് എന്ന് നമ്മൾ പറയുന്നു, എന്ന പോലെ തന്നെ കാലികൾക്ക്, ബൈക്കുകൾക്ക് എന്നൊക്കെ പല അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അത് 1 വേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മമ്പറം റോഡിൻ്റെ അണ്ടർപാസ് ഉണ്ട്. ഒരു ഇച്ചിരി മുന്നോട്ട് വന്നാൽ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ അത് അടക്കാത്ത രീതിയിൽ നാട്ടുകാർക്കും ഉപയോഗിക്കാം, കാലികൾക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളും അതേമാതിരി ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 വേ ആക്കാമെന്ന് പറഞ്ഞവരുണ്ട്, ഒക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി, നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തലപ്പാറ പാടത്തു നിന്ന് തലപ്പാറ അങ്ങാടി വരെയുള്ള വീഡിയോസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തലപ്പാറയിൽ ഈ ഒരു രീതിയിലാണ് വർക്കുകളൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ വെള്ളം ടാങ്കിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ KNRCൻ്റെ വണ്ടികൾ. ഇവിടെ ഡ്രെയിനേജുകളൊക്കെ അട്ടി വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ വെക്കാനുള്ളതാണ്. വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ സർവീസ് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ സർവീസ് റോഡ് ഇവിടെ ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളം, ഇതൊരു കുഴൽക്കിണർ നമ്മളെ പാടത്ത് താഴ്ചയിൽ ആദ്യമൊക്കെ വീഡിയോ എടുത്തപ്പോൾ കണ്ടിരുന്നു. ഇവിടെ നിന്നായിരുന്നു ആദ്യം ആ ലോറികളൊക്കെ വെള്ളം എടുത്തിരുന്നത്. ഇപ്പോൾ ഈ വെള്ളം ആ ലോറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത്. കണ്ടോ, ആ ലോറിയിലേക്കാണ് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രെയിനേജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് ആ വെള്ളം കയറേണ്ടത്. അപ്പോൾ അതങ്ങനെ ഇവിടെ 2 കിണറുണ്ടായിരുന്നു, കുഴൽ കിണറുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് ആ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാളത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഓണാക്കാം. ഈ ഒരു ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആ മോട്ടോർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ കുറേ ആയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ജനറേറ്ററൊക്കെ കിടക്കുന്നത്. ഈ ഒരു സൈഡിലിതാ സൈഡ് വാളൊക്കെ വെച്ച് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇനി മണ്ണിട്ട് നികത്താനുണ്ട്. അതായത് പകുതി സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്, ഇനി പകുതി സ്ഥലം റെഡിയാക്കാനുണ്ട്. ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് ഉണ്ട്. ഈ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെ തൊട്ടിട്ടില്ല. താൽക്കാലികമായിട്ട് നമ്മളെ പഴയ റോഡ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈഡ് തുറന്നാൽ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കവർ ചെയ്ത് പോവാം. ആ ഒരു സൈഡിൽ ഇങ്ങനെയും പോവാം. ഈ ഒരു സൈഡ് തുറന്നാൽ ഇവിടെ സർവീസ് റോഡുമായി തൽക്കാല രീതിയിൽ പോവാം. അവിടെ വലിയ അർജൻറ്റ് ഇല്ല, അതുതന്നെ ആയിരിക്കും അവിടെ പെട്ടെന്ന് റെഡി ആക്കാത്തത്. നമ്മൾ ആ 8 മാസം മുൻപ് നമ്മൾ അവസാനമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഗർട്ടർ വെക്കുന്ന വർക്കായിരുന്നു നമ്മൾ അന്ന് ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ലാസ്റ്റ് വീഡിയോ അന്നാണ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പാലം ഇതൊക്കെ നമ്മൾ അവിടുന്ന് കണ്ട സർവീസ് റോഡ് ഈ ഒരു ലെവലിലേക്കാണ് എത്തിച്ച് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ പോയിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ തലപ്പാറ തോടിൻ്റെ പാലത്തിൻ്റെ മുകളിലാണല്ലോ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചാണ്. തോടതാ കാണുന്ന തോട്. ഇപ്പോൾ വല്ലാണ്ട് വൈകാതെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലെ സർവീസ് റോഡൊക്കെ സെറ്റ് ആവട്ടോ. കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇനി ഇല്ല. ഇവിടെ കുറച്ച് മണ്ണിടാനും ഈ ഒരു സൈഡിലെ കട്ട വെച്ച് ഉയർത്തുന്ന വർക്കുകളാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഓപ്പൺ ആക്കാനുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ KNRC ചെയ്യും. നാളെ KSRTC ഈ ഒരു കുണ്ടിലേക്കാണ് മറിഞ്ഞത്. ഇതിലേറെ താഴ്ച ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ടിങ് കിട്ടാതെ വണ്ടി ഒന്ന് പാളിയിട്ടാണ് ഇങ്ങോട്ട് വീണത് എന്നാണ് അന്ന് അറിയാൻ സാധിച്ചത്. ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം നല്ല വർക്കുകൾ ബാക്കി കിടക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് തലപ്പാറ അങ്ങാടിയിലേക്കാട്ടോ. അപ്പോൾ തലപ്പാറ അങ്ങാടിയിൽ നല്ല അടിപൊളിയാക്കി ഡിവൈഡറുകളൊക്കെ വെച്ച്
എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അത് ആ സൗകര്യങ്ങളൊക്കെ ആക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. പിടുത്തം വിട്ട ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആ സൈഡിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ അല്ലേ, നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സൈഡും കൂടി കാണിച്ചു തരാം. ഈ സൈഡ് സർവീസ് റോഡ് റെഡിയാണ്, അതിൻ്റെ പാലം റെഡിയാണ്, ഒക്കെ റെഡിയാണ്. ഈ സൈഡിൽ എന്താണെന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് നികത്തിയിട്ടില്ല. നമ്മൾ ഈ വക്കിലൂടെ എങ്ങനെയാണ്ട് പോയാൽ പാലത്തിലേക്ക് കയറാം. എന്നൊക്കെ നമ്മളെ തോടൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണേ നമ്മളെ പഴയ റോഡ്. ആ ലോറി വരുന്ന മാതിരി വന്നപ്പോഴാണ് അന്ന് KSRTC പണി പാളി താഴോട്ട് പോയത്. സർവീസ് റോഡിനുള്ള പൈലിംഗ് ഒക്കെ ചെയ്ത് പൈലിംഗ് കട്ട് ചെയ്തിട്ട് ഇത് എടുത്തിട്ടില്ല, കവർ എടുത്തിട്ടില്ല, ഫയൽക്കോട്ട് എടുക്കാതെ വെച്ചതാണ്. ലിമിറ്റഡിൻ്റെ സാഹസികതകൾ നടക്കുന്നുണ്ട്. രാവിലെയാണ്, അത്യാവശ്യം നല്ല ടൈറ്റുള്ള നേരമാണ്. അത്യാവശ്യം സാഹസികതയിലൂടെ ഒക്കെ പോകണം, അല്ലാഞ്ഞാൽ ഈ സർവീസ് റോഡിലൂടെ ഒന്നും കഴിച്ചിടാൻ പറ്റില്ല. ലിമിറ്റഡേരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു നിലക്ക് നോക്കിയാൽ ബസ്സുകാരുടെ അവസ്ഥ നോക്കിയാൽ വളരെ പരിതാപകരമാണ്. നല്ല കാര്യം പറയേണ്ടത്. ബസ്സുകാരുടെ അവസ്ഥ ഒരു നിലക്ക് നോക്കിയാൽ വലിയ പാവമാണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു ചെറിയ കൂലി കിട്ടണമെങ്കിൽ ഇത് ടൈമിന് ഓടി എത്തണം. വണ്ടിയിലുള്ളവരെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ നേരത്തിന് ഓഫീസിലെത്തിക്കണം. മാഷിമാരാണെങ്കിൽ സ്കൂളിലെത്തിക്കണം, ടീച്ചേഴ്സ്മാരാണെങ്കിലൊക്കെ സ്കൂളിലെത്തിക്കണം. അതിനൊക്കെ നെട്ടോട്ടം ഓടും. അതിൻ്റെ പുറമെ അവർക്ക് കേൾക്കാളൊക്കെ കേൾക്കും ചെയ്യും. എന്നാലും ഒരു ടൈമിന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു സർവീസ് റോഡിൽ മുന്നിൽ ആരെങ്കിലും ഒന്ന് പെട്ടുപോയാൽ, നമ്മൾ സർവീസ് റോഡിലൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, വലിയ ലോഡിൻ്റെ വണ്ടിയൊക്കെ മുന്നിൽ പെട്ടാൽ ബാക്കിൽ നമ്മളെല്ലാവരും പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സർവീസ് റോഡിൽ നിന്നൊക്കെ എല്ലാ ഭാഗങ്ങളും ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വലിയ ആശ്വാസങ്ങളുണ്ട്. എന്തായാലും ലിമിറ്റഡ് ബസ്സിൻ്റെ എപ്പോഴായാലും ഒരു തലത്തിൽ ഒരു പാവം തോന്നിപ്പോവും. ഫോണടിച്ച് പോകുമ്പോഴൊക്കെ അതാണ് ബസ്. ഫോണടിച്ച് എങ്ങനെയെങ്കിലും കയറി പോകാൻ നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സർവീസ് റോഡാണ്. ഇവിടുന്ന് ആ ലോറിൻ്റെ ബാക്കിൽ നിന്ന് ആ വോൾവോ കഴിച്ചിലായില്ല. ഇനി ആ വണ്ടി കഴിച്ചിലാണെങ്കിൽ ഏകദേശം കുളപ്പുറത്ത് എത്തണം. അല്ലാഞ്ഞാൽ അതിന് ഫുള്ള് ഇനിയിപ്പോൾ സർവീസ് റോഡാണ്. ഇനി കുളപ്പുറത്ത് എത്താതെ ആ ഒരു വോൾവോക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബാക്കിൽ നിന്ന് കഴിച്ചിലാൻ പറ്റില്ല. കണ്ടത് ഇനി അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല. എത്രയോ ടൈം കറക്റ്റായിട്ട് എത്തേണ്ട ഓഫീസർമാരുണ്ടാവും, സ്കൂൾ കുട്ടികളുണ്ടാവും, കോളേജ് കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് നമ്മളിനി ബസ്സുകാരൊക്കെ തെറി വിളിക്കട്ടോ. കുറച്ച് ദിവസം മുന്നോട്ട് വിക്കപ്പടിയിൽ ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു ഒഴിവാക്കി. ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പാവം തോന്നും ബസ്സുകാരാണ്. ഈ ഒരു സൈഡിലേക്കുള്ള ഡ്രെയിനേജുകൾ മൊത്തം ഇവിടെ അട്ടി വെച്ചിരിക്കണം കേട്ടോ. അതാണ് ഈ ഒരു സൈഡിലേക്കുള്ള ഡ്രെയിനേജ് മൊത്തം അട്ടി വെച്ചിരിക്കണേ. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മളെ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് തലപ്പാറ അങ്ങാടിയിലെ വീഡിയോസ് താഴത്തുനിന്ന് കാണിച്ചു തന്നാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ വെളിമുക്ക് പോയിട്ട് ആ കട്ടിങ്ങിലൂടെ മെയിൻ റോഡിലേക്ക്, ഇപ്പോൾ പുതിയ റോഡിലേക്ക് കയറാം ആദ്യം. എന്നിട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഇവിടെ ഇതാ കുറച്ച് സ്ഥലം താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തതാണ്. നമ്മൾ സർവീസ് റോഡൊക്കെ റെഡിയാക്കി ഉള്ളതുകൊണ്ട് ഇവിടെ ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകണം കേട്ടോ. ഇതാണിപ്പോൾ തലപ്പാറ അങ്ങാടി ഈ ഒരു ലെവലിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. സെൻറ്ററിൽ ഡിവൈഡറൊക്കെ കൊടുത്ത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൺ വേ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്താൽ നമുക്ക് ഈ റോഡിൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ. അതുപോലെ മുകളിലെ റോഡിൽ നിന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളങ്ങളൊക്കെ ഒഴുകി പോകാൻ പൈപ്പ് ഇട്ടിരിക്കണം. ആദ്യം താഴെ കൂടെ പോകുന്ന വാഹനത്തിൻ്റെ മുകളിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ചാടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിമുക്ക് ഭാഗത്തൊക്കെ പോകുന്നത് അവിടെ നിന്നാണ് കട്ടിങ് ഉള്ളത്. അപ്പോൾ വെളിമുക്ക് ഭാഗത്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് വണ്ടി കടന്നു പോകാൻ പറ്റില്ല. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ മുന്നോട്ട് പോയാൽ പടിക്കൽ ഓവർപാസ് ഉണ്ട്. പടിക്കൽ ഓവർപാസിന് റൈറ്റ് കട്ട് ചെയ്ത് അപ്പുറത്തെ റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് ചാടിയിട്ട് അവിടെ നിന്ന് ഒരു കട്ടിങ് കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ തലപ്പാറ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ കറങ്ങേണ്ടത്. അപ്പോൾ പാലക്കൽ ഓവർപാസ് ഇതാ ഇതിന്മേൽ കൂടെ നമുക്ക് അങ്ങോട്ട് കയറട്ടോ. എന്താ പാലക്കൽ ഓവർപാസിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടുന്ന് ഇതാ റോഡ് ഇങ്ങനെ റെഡിയാക്കി നിർത്തിക്കണം കേട്ടോ. നല്ല അടിപൊളിയാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ. ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഈ കട്ടിങ് വഴി നമുക്ക് ഇങ്ങനെ പോവാം.
ആ കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. A1 ട്രാവൽസ് ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിലൂടെ. അപ്പോൾ ഇവിടുത്തെ റോഡ് അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണുള്ളൂ. എന്താണ് അഭിപ്രായം? നമ്മൾ കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ട്. ഇന്നും ഇപ്പോൾ വലിച്ചു നീട്ടി. ആ ബസ്സുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് വലിച്ചു നീട്ടിയില്ല. അടിപൊളി അടിപൊളി. എന്താ അറിയോ, ചങ്ങായിമാരെ നിങ്ങൾ കൂടെ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ഒരേ ലെവലിൽ ഇങ്ങനെ പിടിച്ച് പോകുക പറഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട്. നമ്മളിവിടെ സൈഡാക്കാം, എന്നിട്ട് നമ്മളെ പരിപാടി നോക്കാം. വണ്ടി ഓഫ് ആയി കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വെളിമുക്കിൽ ഇങ്ങോട്ട് പോകുന്നൊരു പോരൽ എന്താ രസം, അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വന്ന് ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇനി നമുക്ക് തലപ്പാറ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടോ. തലപ്പാറ ഇതാ നമ്മളെ അണ്ടർപാസ് ഏരിയ കണ്ടോ, ഈ ഒരു ലെവലിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കട്ട് ചെയ്ത് ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തലപ്പാറ അങ്ങാടി എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് കാണണ്ടേ? നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഇവിടുത്തെ അപ്ഡേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആ ഒരു സൈഡിലൂടെ പോകുന്ന റോഡ്, ആ ട്രാവലർ ഇങ്ങനെ വരുന്ന റോഡ്, ഇത് ഇങ്ങോട്ടുള്ള റോഡ് നമ്മളെ കുളപ്പുറം, അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകാൻ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന റോഡാണ്. ആ ബസ് ഇപ്പോൾ പോയ റോഡ് ചെമ്മാട് ഭാഗത്തേക്ക് പോയ റോഡാണ്. ഇതാണിപ്പോൾ നമ്മൾ വന്ന റോഡ് കേട്ടോ. പിന്നെ കുറച്ച് കാലം കൊണ്ട് ആ അരുവിൽ കൂടെ സർവീസ് റോഡ് റെഡിയായാൽ അങ്ങനെ പോകും വണ്ടികളൊക്കെ. ഇങ്ങോട്ട് പോരേണ്ട രീതിയിലേക്കും തിരിയും. ആ രീതിയിലാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തലപ്പാറ നല്ലൊരു രീതിയിൽ തന്നെ KNRC അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ വണ്ടി റൺ ചെയ്യാനുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കോഴിക്കോട് സൈഡാണ്, നമ്മളിപ്പോൾ പോയ സൈഡ്, വെളിമുക്കിലേക്ക് പോയ സൈഡ്. ഇതാണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കേട്ടോ. ഇവിടുത്തെ പെട്രോൾ പമ്പ്, തലപ്പാറ പെട്രോൾ പമ്പിൻ്റെ ഭാഗങ്ങളാണ് ഈ കണ്ടത്. അതായത് കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സൈഡിൽ വെക്കാനുള്ള ഡിവൈഡറുകളൊക്കെ കുറേ കൊടുന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വെക്കാനുള്ളതാണ്. ഇനി ബാക്കിയുള്ളത് ഇങ്ങോട്ട് കയറ്റിയിട്ടതാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലം വേണ്ട, അവിടെ ഈ ലെവലിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അരുക്കൂട് സർവീസ് റോഡ് റെഡിയായാലും ചെമ്മാട് ഭാഗത്തേക്കുള്ളവർക്ക് അതുവഴി അങ്ങനെയും പോവാം. ഈ റോഡിലേക്ക് ഇങ്ങോട്ട് തിരിയുന്നവർക്ക് ഇങ്ങോട്ടും തിരിയുക. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അവിടെ കാണിച്ച ആ ഒരു റൂട്ട് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചത് പാടത്തുള്ള ആ ഒരു പാലം തോടൊക്കെയാണ്. ഈ ഒരു സൈഡാണ് സർവീസ് റോഡ് റെഡി ആവാനുള്ളത്. ഈ നിലവിലുള്ള റോഡുമേക്കാണ് ഈ ഒരു സർവീസ് റോഡ് പോകുന്നത്. ഇപ്പോൾ നേരത്തെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ട ആ റോഡ്. ഇത് തീരെയും ഇവിടെ തലപ്പാറ ഇന്ന് വരെ കാണാത്തവർക്കാട്ടാ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ളവർക്ക് ജസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാവും. അപ്പോൾ നമ്മളെ നാട്ടിലില്ലാത്ത, ഈ നാട്ടിലില്ലാത്തവരും ഉണ്ടാവുമല്ലോ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇപ്പോൾ പാടത്തതാ പൂളൊക്കെ ഇങ്ങനെ വലിച്ച് കയറ്റി ലോഡാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ. ഈ വർഷമൊക്കെ പൂള ഏകദേശം നല്ല നിലയ്ക്ക് തന്നെ പറിക്കാൻ പറ്റിയിട്ടുണ്ട്. ചില കാലത്ത് വെള്ളം കയറിയിട്ട് വെള്ളത്തിൽ മുങ്ങി കിട്ടുന്ന വിലക്ക് പറിച്ച് വിൽക്കുന്ന ഒരവസ്ഥയൊക്കെ വരലുണ്ട്. ആ ചളിയിലൂടെ അങ്ങനെ കൊട്ടയും വലിച്ച് വരുന്നുണ്ട് ഞങ്ങൾ. ഇതൊക്കെ ഒരു കാഴ്ച തന്നെയല്ലേ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ ചെറുതായിട്ടൊന്ന് എഴുതിക്കളി. ഏതായാലും നമ്മളെ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, ബൈ ബൈ.